ജാസിയും അഷിയും ഈ പറയപ്പെടുന്ന പോലെ സോഷ്യൽ മീഡിയ അറ്റൻഷൻ കിട്ടാൻ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഈ ഷോ ഓഫ് ഒക്കെ കാണിക്കുന്നത്? അതുകൊണ്ടല്ലേ ഹോട്ട് സീറ്റ് വന്നിട്ട് ഇപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഒരിക്കലും ഇല്ല. എന്റെ ഞാനും ആഷിയും തമ്മിൽ അങ്ങനെ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്നത്. ഞങ്ങൾ നല്ല പ്രണയിച്ച് നല്ല രീതിയിൽ ജീവിച്ച് പോയി. ഞാൻ കുറെ വീഡിയോസ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. ആ വീഡിയോസ് കണ്ടിട്ട് ചില ആൾക്കാരെ വിലയിരുത്തുന്നതും ഞങ്ങൾ ജെൻഡർ ഐഡന്റിറ്റി ചോദ്യം ചെയ്യുന്നതും അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയല്ലേ നിങ്ങൾ ഇങ്ങനെയല്ലേ അങ്ങനെ പറയുന്ന ആൾക്കാരേ ഉള്ളൂ. അല്ലാണ്ട് ഞങ്ങൾ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നടക്കുന്ന കപ്പിൾസ് അല്ല ഞങ്ങൾ. ജെസ്സി ഒരു മിനിറ്റ് ഒന്ന് പുറകിലോട്ട് തിരിയാമോ? ജസ്റ്റ് പുറകോട്ട് നോക്കാമോ? നല്ല മുല്ലപ്പൂ അത് കാണാൻ പുറകിൽ. അതെ, കാരണം നിങ്ങൾ വന്നപ്പോൾ നിങ്ങളുടെ അറ്റയർ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ നല്ല മുല്ലപ്പൂ ഒക്കെ വളരെ സുന്ദരിയായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇതേ സൗന്ദര്യം നിങ്ങളുടെ മനസ്സിലുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ഇപ്പോഴത്തെ ഒരു പെരുമാറ്റം കണ്ടിട്ട്. അതായത് റോസാപ്പൂവിന്റെ ലുക്കും സ്വഭാവം ഒരു കാടത്തിയുടെയും ഒരിക്കലുമല്ല. എന്നെ പേഴ്സണലി അറിയുന്നവർക്ക് അറിയാം, ഞാൻ ഭയങ്കര എന്താ പറയുക സോഫ്റ്റ് ആയിട്ട് എല്ലാവരും ബിഹേവ് ചെയ്യുന്ന, എല്ലാവരും ഭയങ്കര ഇഷ്ടപ്പെട്ട് എല്ലാവരെയും ഭയങ്കര ഇതായി നിൽക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. എനിക്ക് നെഗറ്റീവിനെക്കാളും കൂടുതൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക, പോസിറ്റീവായിട്ടുള്ള സ്ഥലങ്ങളിൽ പോവുക, പോസിറ്റീവായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക, അതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. ശരിക്കും ജെസ്സി പറയാറുണ്ട്, ഞാൻ മറ്റുള്ളവരെ കണ്ണീര് കണ്ട് കരയുന്ന ഒരാളാണ്, അവരുടെ ജീവൻ നശിക്കണമെന്ന് ആഗ്രഹിക്കത്തില്ല. ശരിക്കും താങ്കൾ ഒരു ഈ പറയുന്ന പോലെ ദാനശീലയാണോ? തീർച്ചയായിട്ടും. ദാനശീല എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റുന്ന രീതിയിൽ പലരും സഹായിക്കാറുണ്ട്.